ടെറസ് എന്ന ലെയർ എങ്ങനെ വരയ്ക്കണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രോ വിത്ത് റെക്റ്റാങ്കിൾ ഓർ പോളിലൈൻ ആൻഡ് ഗീവ് ടെക്സ്റ്റ്. റെക്റ്റാങ്കിളോ പോളിലൈനോ ഉപയോഗിച്ച് വരച്ച ശേഷം ടെക്സ്റ്റ് കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. നമുക്കതെങ്ങനെയാണെന്നൊരു ഡ്രോയിങ് എടുത്ത് നോക്കാവുന്നതാണ്. നമുക്കൊരു ഡ്രോയിങ് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ആ ലെയർ ടെറസ് എന്നത് സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ നോക്കി ടെറസ് എവിടെയാണോ വരുന്നത് അത് സെറ്റ് ചെയ്യുക. ഓക്കെ, ടെറസ് ഫ്ലോർ കിട്ടി. ടെറസ് ഫ്ലോർ നമ്മളങ്ങനെ സെറ്റ് ചെയ്തു. ഓക്കെ, ടെറസ് ഫ്ലോർ സെറ്റ് ചെയ്ത ശേഷം നമ്മൾ വരയ്ക്കേണ്ടത് റെക്റ്റാങ്കിൾ ഓർ പോളിലൈൻ ഉപയോഗിച്ചാണ് ടെറസ് വരയ്ക്കേണ്ടത്. അതിനുശേഷം ടെക്സ്റ്റ് കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ആദ്യത്തെ എൻ്റെ ടെറസ് പോർഷൻ എനിക്ക് പോളിലൈൻ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റത്തുള്ളത്, കാരണം റെക്റ്റാങ്കിൾ അല്ല. സോ PL എൻ്റർ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ പോളിലൈൻ ഉപയോഗിച്ചുകൊണ്ട് ആ ടെറസ് ഫ്ലോർ വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, എല്ലാ പോർഷനും ജോയിൻറ്റ് ചെയ്ത് തന്നെ വരയ്ക്കണം. അത് പോയിൻറ്റ്സ് ഒന്നും മാറാൻ പാടില്ല. ജസ്റ്റ് മാറിക്കഴിഞ്ഞാൽ അത് എററായിട്ട് കാണിക്കും. ലാസ്റ്റ് വരുന്ന എഡ്ജ് നമ്മൾ C എൻ്റർ കൊടുത്ത് ക്ലോസ് പോളി ആക്കണം. സോ C എൻ്റർ കൊടുത്തത് ക്ലോസ് പോളി ആക്കുക. ഓക്കെ, അത് ക്ലോസ് ആയിട്ട് കിട്ടി. ഇനി അടുത്ത ഒരു ഓപ്പൺ ടെറസും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് PL എൻ്റർ കൊടുത്ത് മാർക്ക് ചെയ്യണമെന്നില്ലായിരുന്നു. റെക്റ്റാങ്കിളാണ്, റെക്റ്റാങ്കിളായിട്ട് മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഞാൻ പോളിലൈൻ എടുത്തതേ ഉള്ളൂ. ഓക്കെ, റെക്റ്റാങ്കിളായിട്ട് കിട്ടുന്നില്ല. റെക്റ്റാങ്കിളായിട്ട് നമുക്ക് വരയ്ക്കാം, പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ പുളിലൈൻ എടുത്തുകൊണ്ട് പുളിലൈൻ ഉപയോഗിച്ച് വരയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ആ പോർഷനും ഓപ്പൺ ടെറസായിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് കൊടുക്കാനുള്ള ടെക്സ്റ്റാണ്. T എൻ്റർ കൊടുക്കുക. അതിനുശേഷം ടെറസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്പെല്ലിങ് തെറ്റരുത്. ടെറസ് കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരു 0.5 കൊടുത്താൽ മതി. 0.5 ആകുമ്പോൾ അതിനകത്ത് നിന്നോളും. ഓക്കെ, ഞാൻ 0.25 ആണ് കൊടുത്തത്. 0.5 കൊടുത്താൽ അതിനകത്ത് നിൽക്കുമായിരുന്നു. ഓക്കെ, ഞാനത് മൂവ് ചെയ്ത് സെൻറ്ററിലോട്ട് വെച്ചു. ഞാൻ ഒന്ന് കോപ്പി ചെയ്ത്, രണ്ട് ഓപ്പൺ ടെറസ് ഉണ്ടായിട്ട് രണ്ടിടത്തും നമ്മൾ ടെക്സ്റ്റ് കൊണ്ട് കൊടുക്കണം. സോ അപ്പോൾ അതും കോപ്പി ചെയ്ത് രണ്ടിടത്തും ടെറസ് എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞു. സോ നമുക്ക് ആ PPT നോക്കുമ്പോൾ ഓക്കെ, നമ്മൾ ഡ്രോ വിത്ത് റെക്റ്റാങ്കിൾ ഓർ പോളിലൈനോ റെക്റ്റാങ്കിളോ ഉപയോഗിച്ച് വരയ്ക്കുക. അതിനുശേഷം ടെക്സ്റ്റ് കൊടുക്കാനാണ് പറയുന്നത്. നമ്മൾ അതുപോലെ തന്നെ രണ്ട് ഇടത്തും ഓപ്പൺ ടെറസ് വരച്ചു കഴിഞ്ഞു. അതിനുശേഷം ടെറസ് എന്ന ടെക്സ്റ്റും കൊടുത്തു. സോ നമ്മുടെ ടെറസ് എന്ന് പറയുന്ന ലെയർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്.